ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ആർട്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എവിടെയും അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: The first thing to do when someone is in danger or in an emergency is. അപകടത്തിലോ അത്യാഹിതത്തിലോ പെടുന്ന ആൾക്ക് ആദ്യം നൽകേണ്ടത് എന്താണ്? ഒരാൾ അപകടത്തിലായിട്ടുണ്ട് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലാണ്, എമർജൻസിയിലാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം കൊടുക്കുക? ഫസ്റ്റ് എയ്ഡ് ആണല്ലേ, അഥവാ പ്രഥമ ശുശ്രൂഷയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ. രണ്ടാമത്തെ ചോദ്യം: വിച്ച് കമ്പനി പ്രിപ്പയർഡ് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ഏത് കമ്പനിയാണ് ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ കിറ്റ് തയ്യാറാക്കിയത്? ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് തയ്യാറാക്കിയത് ആരാണ്? ഏത് കമ്പനിയാണ്? ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ള കമ്പനിയാണ്. ഓക്കെ, ജോൺസൺ ആൻഡ് ജോൺസൺ. ഇനി മൂന്നാമത്തേത്: റൈറ്റ് ദ നെയിം ഓഫ് എനി 4 ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഏതെങ്കിലും 4 സാധനങ്ങളുടെ പേരെഴുതുക. ബാൻഡേജ്, കോട്ടൺ, കത്രിക, ആൻറ്റിസെപ്റ്റിക് ലോഷൻ. ഓക്കെ, ബാൻഡേജ്, കോട്ടൺ, സിസേഴ്സ്, ആൻറ്റിസെപ്റ്റിക് ലോഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാവേണ്ട സാധനങ്ങളാണ്. 4. An athlete who won 4 gold medals at the World Turf Games held in the United States in 2013. 2013 അമേരിക്കയിൽ വെച്ച് നടന്ന ലോക ടർഫ് ഗെയിംസിൽ 4 സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരായിരുന്നു? ജോബി മാത്യു ആണ്. ഓക്കെ, ജോബി മാത്യു. നാലാമത്തേത്: ഡിസ്ക്രൈബ് ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് എ ബ്രൂയിസ്. ചതവ് സംഭവിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എങ്ങനെയെന്ന് വിവരിക്കുക. അപ്പോൾ ഒരാൾക്ക് ചതവ് പറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? ചതവേറ്റ ഭാഗത്തിന് വിശ്രമം നൽകുക, ചതവേറ്റ ഭാഗം ഐസ് വെച്ച് തണുപ്പിക്കുക, ചതവ് കാലുകളിൽ ആണ് സംഭവിച്ചതെങ്കിൽ ചതവേറ്റ ഭാഗം അനങ്ങാതിരിക്കാനായി ബലപ്പെടുത്തുക, ചതവേറ്റ അവയവം കുറച്ച് ഉയർത്തി വെക്കുക. ഒന്നും കൂടെ പറയാം: ചതവേറ്റ ഭാഗത്തിന് വിശ്രമം നൽകുക, ചതവേറ്റ ഭാഗം ഐസ് വെച്ച് തണുപ്പിക്കുക, ചതവ് കൈകാലുകളിൽ ആണ് സംഭവിച്ചതെങ്കിൽ ചതവേറ്റ ഭാഗം അനങ്ങാതിരിക്കാനായി ബലപ്പെടുത്തുക, ചതവേറ്റ അവയവം കുറച്ച് ഉയർത്തി വെക്കുക. അഥവാ റെസ്റ്റ് ദ ബ്യൂറിസൈഡ് ഏരിയ, cool the Beauticide area with ice. If the Beauris is on the lip, support the Beauticide area so that it doesn't move. Elevate the injured limb a little. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. What is a burn? What are the things to watch out for if you are get a burn? പൊള്ളൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊള്ളലേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് അടുക്കളയിൽ പണി ചെയ്യുന്നവർക്കൊക്കെ പൊള്ളലേൽക്കാറുണ്ട് അല്ലേ? ചെറിയ ചെറിയ പൊള്ളലുകളാണെങ്കിൽ പോലും പൊള്ളൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പൊള്ളൽ എന്ന് മനസ്സിലാക്കണം, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും അറിയണം അല്ലേ? നീരാവി, തീ, ചൂടുള്ള വസ്തുക്കൾ, ശക്തമായ ഉരസൽ എന്നിവ മൂലം ത്വക്കിൻ്റെ പാളികൾക്കിടയിൽ കുമിളകൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് പൊള്ളൽ. ഒന്നുകൂടെ പറയാം: നീരാവി, തീ, ചൂടുള്ള വസ്തുക്കൾ, ശക്തമായ ഉരസൽ എന്നിവ മൂലം ത്വക്കിൻ്റെ പാളികൾക്കിടയിൽ കുമിളകൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് പൊള്ളൽ. പൊള്ളലേറ്റ ഭാഗം ശുദ്ധജലം ഉപയോഗിച്ച് തണുപ്പിക്കുക, ആ ഭാഗം സ്പർശിക്കാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നൽകുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. എ ബേൺ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലിസ്റ്റേഴ്സ് ഫ്രം ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ ഡ്യൂ ടു സ്റ്റീം, ഹീറ്റ്, ഹോട്ട് ഒബ്ജെക്ട്സ് ഓർ സ്ട്രോങ് ഫ്രിക്ഷൻ. Cool the burn area with clean water. Get medical help as soon as possible without touching the area. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ബേണിംഗ് എന്നും എന്താണ് ചെയ്യേണ്ടത് എന്നും മനസ്സിലായി. 6. What is the difference between a zebra crossing and a curb drill? സീബ്ര ക്രോസിങ്ങും കർബ് ഡ്രില്ലും തമ്മിലുള്ള വ്യത്യാസം എന്ത്? തിരക്കേറിയ റോഡുകൾക്ക് കുറുകെയുള്ള ഒന്നിടവിട്ടുള്ള കറുത്തതും വെളുത്തതുമായ വരകളാണ് സീബ്ര ലൈനുകൾ എന്ന് പറയുന്നത്. സീബ്ര ക്രോസിംഗ് ലൈൻസ് ആർ ആൾട്ടർനേറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ഓൺ ബിസി റോഡ്സ്. ഇനി ഇടതുവശം നോക്കി റോഡ് മുറിച്ച് കടക്കുന്ന രീതിയാണ് കർബ് ഡ്രിൽ എന്ന് പറയുന്നത്. എ കർബ് ഡ്രിൽ ഈസ് എ വേ ഓഫ് ക്രോസിംഗ് ദ റോഡ് ബൈ ലുക്കിംഗ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമ്മളൊക്കെ മുറിച്ച് കടക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ കർബ് ഡ്രിൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വരയിട്ട ഭാഗത്ത് കൂടെ പോകുന്നതിന് സീബ്ര ലൈൻ എന്നും പറയുന്നു. 7.
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻസ് ആൻഡ് ഇമോജീസ്? എന്താണ് സയൻസ്, ചിഹ്നങ്ങളും ഇമോജികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഇതെല്ലാം നമുക്കറിയാം, ചിഹ്നവും അറിയാം ഇമോജിയും അറിയാം, പക്ഷേ എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആശയമോ അർത്ഥമോ വ്യക്തമാക്കുന്നതിനായി ചിത്രങ്ങൾ, അടയാളങ്ങൾ, രൂപങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് ചിഹ്നം എന്ന് പറയുന്നത്. ആശയമോ അർത്ഥമോ വ്യക്തമാക്കുന്നതിനായി ചിത്രങ്ങൾ, അടയാളങ്ങൾ, രൂപങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് ചിഹ്നം എന്ന് പറയുന്നത്. ലളിതമായ വരകളിലൂടെ ഭാവം വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇമോജികൾ. എ സൈൻ ഈസ് ദ യൂസ് ഓഫ് പിക്ചേഴ്സ്, സിംബൽസ് ഓർ ഫോംസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ഓർ മീനിങ്. ഇമോജീസ് ആർ സിമ്പിൾ ഡ്രോയിങ് ടു എക്സ്പ്രസ് ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് അല്ലേ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ബിഹു? ബിഹു എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. ആസാമിലെ വിളവെടുപ്പ് ആഘോഷവേളയിൽ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ചെയ്യുന്ന സംഘനൃത്തം ആണ് ബിഹു എന്ന് പറയുന്നത്. നാടോടി പാട്ടിനൊപ്പം ഡോല്, പുല്ലാങ്കുഴല് തുടങ്ങിയ സംഗീതോപകരണങ്ങളും നൃത്തത്തിന് മികവേകുന്നു. ബിഹു ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോമൻസ് വിത്ത് harvest in Assam in which women and men participate. Musical instruments like dol and flute are also used to accompany the dance along with folk songs. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊയ്ത്തിനൊക്കെ നടത്തുന്ന കൊയ്ത്ത് പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഏകദേശം അതിനോട് സെയിം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒൻപതാമത്തേത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ദ ഷേപ്പ് ആൻഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് എ ഹൗസ് ടു വാരി? വീടിൻ്റെ ആകൃതിയും നിർമ്മാണ രീതിയും വ്യത്യാസം വരുന്നതിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെ? ഇപ്പം നമ്മളിവിടെയുള്ള വീട് പോലെ ആവില്ല ഇന്തോനേഷ്യയിലെ പല സ്ഥലത്തും പല രീതിയിലാണ് വീടുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഒന്ന്, കാലാവസ്ഥ. രണ്ട്, സാമഗ്രികളുടെ ലഭ്യത, ജീവിതശൈലി, ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, ലൈഫ് സ്റ്റൈൽ. പത്താമത്തെ ചോദ്യം, വാട്ട് തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ബിൽഡിംഗ് എ ഹൗസ്? വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തറഭാഗം തയ്യാറാക്കുന്നു, ചുവരുകൾ നിർമ്മിക്കുന്നു, വാതിലുകളും ജനലുകളും ഉണ്ടാക്കുന്നു, മേൽക്കൂര നിർമ്മിക്കുന്നു, നിറം കൊടുത്തും അലങ്കാരപ്പണികൾ ചെയ്തും മനോഹരമാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിപ്പയറിംഗ് ദ ഫ്ലോർ, ബിൽഡിംഗ് വാൾസ്, മേക്കിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ്, ബിൽഡിംഗ് ദ റൂഫ്, മേക്കിംഗ് ഇറ്റ് ബ്യൂട്ടിഫുൾ ബൈ കളറിംഗ് ആൻഡ് ഡൂയിങ് ഡെക്കറേറ്റീവ് വർക്ക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ചെയ്യുന്നത്. 11, വാട്ട് ഈസ് സോഷ്യൽ സ്കിൽ? സംസർഗശീലം എന്നാൽ എന്ത്? സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യകരമായ രീതിയിൽ സമൂഹത്തിൽ പരസ്പര ധാരണയോടെ ഇടപെട്ട് കൂടിച്ചേരലുകൾ സൃഷ്ടിക്കുന്നതാണ് സംസർഗശീലം. ഒന്നുകൂടെ പറയാം. ആരോഗ്യകരമായ രീതിയിൽ സമൂഹത്തിൽ പരസ്പര ധാരണയോടെ ഇടപെട്ട് കൂടിച്ചേരലുകൾ സൃഷ്ടിക്കുന്നതാണ് സംസർഗശീലം. സോഷ്യൽ സ്കിൽസ് ആർ ദ എബിലിറ്റി ടു ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ എ ഹെൽത്തി വേ ആൻഡ് ക്രിയേറ്റ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. 12, റൈറ്റ് എനി 2 മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡെക്കറേറ്റ് എ ടവൽ. ഒരു തൂവാല ഭംഗിയാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കാവുന്ന 2 മാർഗങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? നമുക്ക് തൂവാല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും ആർട്ട് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കൂടെ വരുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഇത് നാളെ നിങ്ങൾക്ക് ബേസിക് സയൻസ് എക്സാം ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതും കൂടെ പോയി കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.